തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ തിരുവനന്തപുരത്ത് LDF യോഗം ചേർന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന CPM CPI നേതൃയോഗങ്ങൾക്ക് പിന്നാലെയായിരുന്നു LDFന്റെ യോഗം. ഇടതുപക്ഷത്തിന്റെ തോൽവി സമ്മതിക്കുന്നതായി കൺവീനർ TP രാമകൃഷ്ണൻ യോഗത്തിന് ശേഷം പറഞ്ഞു. മുന്നണി മാറ്റ ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്നായിരുന്നു കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി പ്രതികരിച്ചത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, അതായത് പ്രതീക്ഷിച്ച മറുപടികൾ തന്നെ വരുന്നു. നമ്മൾ രാവിലെ പറഞ്ഞതാണ് ജോസ് കെ മാണി ഇതേ പറയൂ എന്ന്. മറ്റൊന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞതാണ്, തോൽവി സമ്മതിക്കുന്നു. പക്ഷേ ഇന്നലെ MV ഗോവിന്ദൻ്റെ പരാമർശങ്ങൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടി അടിത്തറ ഭദ്രമായ പാർട്ടിയാണെന്നും പറഞ്ഞ് ന്യായീകരിക്കാനായിരുന്നു ശ്രമം. അതായത് ഇവർക്കുള്ളിൽ തന്നെ ഭിന്നതയുണ്ടെന്ന് തോന്നിപ്പിക്കുന്നുണ്ടോ ഈ ഇന്നലെയും ഇന്നുമുള്ള പ്രതികരണങ്ങൾ? കൃഷ്ണദാസ്, കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതിന് നേരെ വിരുദ്ധമായ പരാമർശങ്ങളാണ് ഈ LDF യോഗത്തിലുണ്ടായത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് LDF കൺവീനറുടെ ഭാഗത്തുണ്ടായത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും രണ്ടുപേരും പറഞ്ഞത് രണ്ട് രീതിയിലാണ്. ഇന്ന് LDF യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത് പരാജയം ഉണ്ടായിരിക്കുന്നു, തോൽവി ഉണ്ടായിരിക്കുന്നു. തോൽവി അത് സത്യം തന്നെയാണ്. തോൽവി ഇല്ല എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റില്ല എന്നാണ് LDF കൺവീനർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ തോൽവി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും അതിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമാണോ ഈ പരാജയത്തിന് കാരണം എന്ന കാര്യത്തിൽ അദ്ദേഹം തുറന്നു സമ്മതിക്കുവാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അക്കാര്യത്തിൽ നമ്മൾ ചോദിക്കുമ്പോഴും മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴും നിലവിൽ അത്തരത്തിലുള്ള ചർച്ചകളിലേക്കൊന്നും കടന്നിട്ടില്ല എന്നാണ് ഈ LDF കൺവീനർ പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനുശേഷം, അതായത് നിലവിൽ ഈ ഇന്നത്തെ ഇടതുപക്ഷ മുന്നണിയുടെ യോഗത്തിന് ശേഷം തുടർന്ന് ഈ രാഷ്ട്രീയ പാർട്ടികളുമായി, മുന്നണിയിലെ പാർട്ടികളുമായിട്ടുള്ള ചർച്ചകളുണ്ടാകും. ആ ചർച്ചകളിൽ ശേഷം മുന്നണിയിലെ പൊതു അഭിപ്രായം, ഈ പരാജയവുമായി ബന്ധപ്പെട്ടുള്ള അത് മുന്നണിയിലെ പാർട്ടികൾ പരിശോധിച്ച ശേഷം പൊതു അഭിപ്രായം എന്താണെന്നത് അറിഞ്ഞ ശേഷം തുടർന്ന് ജനുവരി മാസത്തിൽ ഒരു LDF യോഗം നടക്കും. ആ യോഗത്തിലായിരിക്കും പൂർണ്ണമായും ഇതിലൊരു അവലോകനം ഉണ്ടാകുക. അതായത് തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊരു അവലോകനം ഉണ്ടാകുന്നത്. ഇനി ജനുവരി ആദ്യവാരം ഒരു യോഗം നടക്കും. ആ യോഗത്തിലാണ് നടത്തുക എന്നാണ് LDF കൺവീനർ പറഞ്ഞത്. അപ്പോഴും പരാജയം എന്നത് ആ പരാജയം തന്നെയാണ്. അതിനെ മറച്ചു പിടിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും ഈ ഭരണവിരുദ്ധ വികാരം എന്ന കാര്യത്തിൽ അവിടെ ആ ഒരു കാര്യത്തിൽ രണ്ടുപേരും, അതായത് നേരത്തെ ഇന്നലെ MV ഗോവിന്ദൻ പറഞ്ഞതും ഇന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞതുമായ കാര്യങ്ങളിൽ അതിലൊരു ഒരു ഒത്തൊരുമ, അല്ലെങ്കിൽ ഒരു സ്വീകാര്യത വന്നിട്ടില്ലെന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും ഇനി എന്താകും എന്നതാണ് ഇവരുടെ ചർച്ചകൾക്ക് ശേഷം തുടർന്ന് എന്ത് നടപടികൾ സ്വീകരിക്കുമെന്നതാണ് അറിയേണ്ടത്. കാരണം പല അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഈ ഇടതുമുന്നണിയുടെ കോട്ടകളടക്കം പരാജയം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ പരാജയത്തിൽ പാലായിലടക്കം, അതായത് കേരള കോൺഗ്രസിൽ മുന്നണിയിലെ തന്നെ പ്രബല പാർട്ടികളടക്കം പരാജയം നേടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ പരാജയം ആഴത്തിൽ പഠിക്കാനുള്ള തീരുമാനത്തിലേക്ക് LDF ഇടതുമുന്നണി എത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും ചില ഇടങ്ങളിൽ ചില പൊട്ടിത്തെറികളടക്കം രൂപപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അതിന് പിന്നാലെയാണ് ഈ മുന്നണിയിൽ നിന്ന് വിട്ടുപോകുമോ എന്നൊരു സംശയം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് മുന്നണി യോഗത്തിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ കേരള കോൺഗ്രസ് വിട്ടുപോകുമെന്നതടക്കമുള്ള ചില അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. അതിലും ഒരു വ്യക്തത ഇടതുമുന്നണി യോഗത്തിന് ശേഷം ജോസ് കെ മാണി പറഞ്ഞിരുന്നു. അതായത് നിലവിൽ ഇടതുമുന്നണിയുമായി ഉറച്ചു നിൽക്കാൻ തന്നെയാണ് തീരുമാനം. അത്തരത്തിലുള്ള പരാമർശങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുന്നണിയിൽ നിന്ന് വിട്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ മുന്നണി വിടുന്നതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളോ പ്രസ്താവനകളും ഉണ്ടായിരിക്കുന്നത് അത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നിന്നാണെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ തങ്ങൾ ഈ ഇടതുമുന്നണിയുമായി ഒരുമിച്ച് ഉറച്ചു പോകാനാണ് തീരുമാനമെന്നത് തന്നെയാണ് ജോസ് കെ മാണി പറഞ്ഞത്. എന്തായാലും ഇടതുമുന്നണി യോഗത്തിൽ കാര്യമായ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി തന്നെ ഇതിൻ്റെ ഒരു ആമുഖം പറഞ്ഞതിന് ശേഷം തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളോ ഉണ്ടായിട്ടില്ല. ഭരണവിരുദ്ധ വികാരം അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ ഉണ്ടായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് പിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ എന്തായാലും വരുന്ന ഈ മറ്റ് ഘടകകക്ഷികളുടെ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയതിന് ശേഷം മാത്രമാകും തുടർന്ന് ഇതിലൊരു തീരുമാനം. അതായത് എന്താണ് ഈ പരാജയം, ഇത്തരത്തിലുള്ള ഒരു വലിയ തിരിച്ചടി നേരിടുന്നതിൻ്റെ കാരണം എന്താണെന്ന നിലയിലേക്കൊക്കെ എത്തത്തുള്ളൂ. ശരി, CPM ഇന്നലെ MV ഗോവിന്ദൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് LDF കൺവീനറുടെ മറുപടി. തോൽവി അംഗീകരിക്കുന്നു, അത് സത്യമാണ്.
ആഴത്തിൽ പരിശോധിക്കാൻ വീണ്ടും യോഗം ചേരും എന്നാണ് പറഞ്ഞത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രകാശ് ശങ്കരമംഗലത്ത്.